എല്ലാവർക്കും ഇൻഫിഡൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണം. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറ്. ആ സാമൂഹിക ജീവി എന്നുള്ള നിലയ്ക്ക് മനുഷ്യർ പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് മുന്നോട്ട് പോകേണ്ടത്. ചില മനുഷ്യർക്ക് ചില ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ചില മനുഷ്യർക്ക് അക്രമം നേരിടുമ്പോൾ, അല്ലെങ്കിൽ ചില മനുഷ്യർക്ക് എന്തെങ്കിലും അപകടങ്ങൾ നേരിടുമ്പോൾ അതിനെ സന്തോഷിക്കുന്ന മനുഷ്യരെക്കുറിച്ച് നമ്മൾ എന്താണ് പറയാറ്? അവർ മനുഷ്യത്വ വിരുദ്ധരാണെന്നാണ് നമ്മൾ സാധാരണ പറയാറ്. എന്തുകൊണ്ടാണ് മനുഷ്യത്വ വിരുദ്ധരാകുന്നത്? ചിലരുടെ ദുഃഖങ്ങളിൽ സന്തോഷിക്കുന്നു. അടിച്ചമർത്തപ്പെടുന്നവൻ്റെ അടിച്ചമർത്തൽ ആസ്വദിക്കുന്നത് പോലെ. അതൊരു ഗോത്രകാല ചിന്തയാണ്. നമ്മുടെ ഗോത്രമല്ലാത്ത മറ്റൊരു ഗോത്രം നശിച്ചു കാണാനും തകർന്നു കാണാനും ആഗ്രഹിക്കുന്ന ഒരു ഗോത്രകാല ചിന്ത. ആ ചിന്തയിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരാധുനിക മനുഷ്യനെന്ന നിലയ്ക്ക് ഇന്ന് നമ്മൾ ലോകം ഒരൊറ്റ ജനതയായിട്ട് ചിന്തിച്ച് പോരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ചില ദുരന്തങ്ങൾ കാണുമ്പോൾ അവിടെ ആഘോഷങ്ങൾ നടക്കുകയാണ്. ഉദാഹരണത്തിന് ഫലസ്തീൻ ഇസ്രായേൽ സംഭവം എടുക്കുക. ഇസ്രായേലിൽ കുറച്ച് തീവ്രവാദികൾ കയറി ആക്രമിച്ചു. നമ്മളിപ്പോൾ അടുത്ത് നടന്ന സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ കുറേ ആളുകൾ മരണപ്പെട്ടു. അപ്പോൾ പറഞ്ഞിരുന്നത് അവരുടെ അഹങ്കാരത്തിന് കിട്ടി എന്നാണ്. അതേപോലെ അതിനേക്കാൾ എത്രയോ ക്രൂരമായിട്ട് ഒരു രാജ്യം മറ്റൊരു ജനതയുടെ മേൽ ബോംബുകൾ വർഷിച്ചപ്പോൾ അതും കണ്ട് സന്തോഷിച്ചവരുണ്ട്. അവരാഘോഷിച്ചതല്ലേ, അവർ സന്തോഷിച്ചതല്ലേ, അവർക്കും അങ്ങനെ കിട്ടണമെന്ന്. അങ്ങനെ ആഘോഷിച്ചത് നമ്മുടെ ഇന്ത്യയിൽ ചാണകസംഖ്യകളാണ് കൂടുതലും ആഘോഷിച്ചിട്ടുള്ളത്. ഫലസ്തീനിലെ സാധാരണ മനുഷ്യൻ്റെ മേലെ കുറച്ചാളുകൾ ചെയ്തതിൻ്റെ പേരിൽ ആ മൊത്തം മനുഷ്യർ അനുഭവിക്കുന്ന യാതനകൾ ഓക്കെയാണ് എന്ന് പറയാൻ പറ്റുന്ന മറ്റൊരു ഗോത്രചിന്ത. അവരെ നമ്മൾ എന്താ പറയാറ്? സാധാരണ സംഖ്യകളെക്കുറിച്ച് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പണികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ സോഷ്യൽ മീഡിയയിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനത്തെ ആളുകളെ സമൂഹത്തിൽ മാറ്റി നിർത്താൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് മനുഷ്യത്വമുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. 2-3 ദിവസമായിട്ട് അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിൽ ലോസ് ആഞ്ചലസിൽ ഒരു വൈൽഡ് ഫയർ, ഒരു തീ പടർന്നു പിടിച്ചപ്പോൾ അതിൻ്റെ ന്യൂസ് വരുന്ന സമയത്ത് ഇതേ ചാണകസംഖ്യകൾ ചെയ്തത് മറ്റൊരു ഗോത്രവിഭാഗം വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിളായിട്ട് ഒരു മീഡിയ വണ്ണിലെ ഒരു വീഡിയോൻ്റെ കമൻറ്റുകളിലേക്ക് പരിശോധിക്കുമ്പോൾ അതിൻ്റെ താഴെ കാണുന്നത് ഇതേപോലുള്ള ആഘോഷങ്ങളാണ്. മനുഷ്യൻ്റെ ദുരന്തങ്ങൾ ഇതുപോലെ ആഘോഷമാക്കുമ്പോൾ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് ഇതുപോലെ ആഘോഷിക്കുന്ന ഒരു മനുഷ്യൻ്റെ ദുരന്തങ്ങൾ ഇതുപോലെ മറ്റു മനുഷ്യർ ആഘോഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മനുഷ്യരോട് മനുഷ്യത്വമുള്ളവർക്ക് പോലും ഒരു ദേഷ്യമോ അമർഷമോ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലും പരിഗണിക്കാതെയാണ് ആളുകൾ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു സാധ്യത മാത്രമാണെന്ന് പലപ്പോഴും പറയാൻ പറ്റില്ല. ചിലരെ വെറുക്കുന്നത് അവരുടെ പ്രവൃത്തികളും അവരുടെ ആശയങ്ങളും കണ്ടിട്ടാണ്. ഇവിടെ ചിലരുടെ പ്രവൃത്തികൾ കണ്ടിട്ട് ചില മനുഷ്യരെ വെറുക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും ഈ സമൂഹത്തിൻ്റെ അവസ്ഥ? അതിന് ശേഷം വെറുത്തു തുടങ്ങിയതിന് ശേഷം നമ്മൾ പല പേരുകളും വിളിക്കാറുണ്ട്. ആ പേരുകളുടെ പിന്നാലെ നമ്മളെന്ത് പറയും? ഒരു ഫോബിയയും കൂടെ കയറ്റി വിളിക്കും. ആശയപരമായിട്ടുള്ള വിമർശനത്തിന് പോലും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു ഗോത്രത്തിലില്ലാത്ത വേറൊരു ഗോത്രത്തിലുള്ള ആൾ എന്താണ് മനസ്സിലാക്കുക? പലരുടെയും സോഷ്യൽ മീഡിയയിലെ ആക്ടിവിറ്റിയിൽ അവരുടെ പേരുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു ഗോത്രത്തിലുള്ള മനുഷ്യൻ മറ്റൊരു ഗോത്രത്തിലുള്ള ആ കമൻറ്റ് ഇട്ട ഗോത്രത്തെ എങ്ങനെയാണ് കാണുന്നത്? ആ മനുഷ്യരെ വെറുക്കുമ്പോൾ അവിടെ അയാളെ വെറുക്കാൻ പാടില്ല എന്ന് അയാളെ പിന്നാലെ പോയി നമുക്ക് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവിടെയാണ് ദുരന്തങ്ങൾ ആഘോഷിക്കുമ്പോൾ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള മനുഷ്യന് പരാജയപ്പെട്ടു പോകുന്നത്. അതാണ് തുടക്കത്തിൽ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. മീഡിയ വണ്ണിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: തീ വിഴുങ്ങുന്ന സമ്പന്ന നഗരങ്ങൾ, ലോസ് ആഞ്ചലസ് കത്തിയമരുമ്പോൾ എന്ന് പറഞ്ഞ ആ വീഡിയോയുടെ താഴെ വരുന്ന കുറച്ച് വിശദമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കമൻറ്റ് വായിക്കാം. അഹമ്മദ് കുട്ടി വലിയകത്താണ് എഴുതിയിട്ടുള്ളത്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ഈ പറഞ്ഞ പ്രകൃതി ദുരന്തത്തിൽ അനുഭവിച്ച മനുഷ്യർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ ചെയ്തത്? അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. എന്താണ്? അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. മാനവ ശത്രുക്കൾക്ക് സർവനാശം ഭവിക്കണമേ
അള്ളാഹുവിനോടാണ് പറയുന്നത്. ജനോസൈഡ് വില്ലന്മാരെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണമേ അല്ലാഹ്. അധമന്മാരായ ധിക്കാരികളിൽ നിന്ന് ലോകത്തെയും സമൂഹത്തെയും പ്രകൃതിയെയും രക്ഷിക്കണമേ അല്ലാഹ്. അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കലിപ്പ് തീർന്നില്ല, കുറച്ചും കൂടെ കലിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനമാണ് കൊടുക്കുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഒത്തിരി ധിക്കാരികളെ ഭൂമിയിൽ നിന്ന് കാലങ്ങളായി ഉന്മൂലനം ചെയ്തിട്ടുള്ള അള്ളാഹുവേ, ആ വകുപ്പിൽപ്പെടുന്ന ഏതെങ്കിലും ഡിസ്ട്രക്റ്റീവ് ആക്ഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു അല്ലാഹ്. എന്തെങ്കിലും ദൈവികമായ ഇലാഹിയ പ്രോസസ്സ് വളരെ പെട്ടെന്ന് ഭൂമിയിൽ പുലർന്നു കാണാൻ ശേഷിക്കുന്ന ലോകമുണ്ടെങ്കിൽ ആർക്കെങ്കിലും കഴിയണമേ. നീതിമാനും കരുണാസ്വരൂപനുമായ അല്ലാഹ്. വളരെ വിശദമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാക്ക് പോയിട്ടുള്ളത്. നല്ലൊരു പ്രാക്കാണ്. ഈ മനുഷ്യൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് മാത്രമാണോ? ഒരു മാന്യദ്ദേഹം ഇട്ട കമൻ്റ് ഇങ്ങനെയാണ്: ചില വാർത്തകൾ ലോക സമാധാനത്തിന് പ്രതീക്ഷ നൽകുന്നു. അദ്ദേഹത്തിന് ഒടിഞ്ഞ സമാധാനമുള്ളൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് കുറച്ച് ആളുകൾ അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടികളും മറ്റും കത്തി നശിച്ച് കാണുമ്പോൾ അദ്ദേഹത്തിനൊരു സമാധാനമുണ്ട്. അതാണ് ലോക സമാധാനം അങ്ങനെ കിട്ടുന്നൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു. ഇഫ്ര 281 നല്ലൊരു സമാധാനകാംക്ഷിയാണ്. സമാധാന മതത്തിൻ്റെ അനുയായിയാണെന്ന് തോന്നുന്നു. ചിലർ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, മാഷാ അല്ലാ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുത്തു മിഷാൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ദുഃഖമുണ്ട്, പക്ഷേ ഒരു രസമുണ്ട്. അദ്ദേഹത്തിന് ദുഃഖമുണ്ട്, പക്ഷേ ഭയങ്കര രസമായിട്ടാണ് ഈ ഒരു ദുരന്തത്തെ അദ്ദേഹം കാണുന്നത്. ഇത് അമേരിക്കയുടെ അവസാനത്തിൻ്റെ ആരംഭമാവട്ടെ എന്നാണ് വേറൊരുത്തൻ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ താഴത്ത് അൽഹംദുലില്ലാ ഉണ്ട്, അതിൻ്റെ മുകളിൽ സുബ്ഹാനല്ലാഹ് ഉണ്ട്. അങ്ങനെ എല്ലാം അള്ളാഹുവിന്, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണല്ലോ. അപ്പം അതുകൊണ്ടുള്ളൊരു അള്ളാഹു അക്ബർ ഉണ്ട്. MKC റഷീദ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു തിരിച്ചടിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹുവിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, എന്നിട്ട് കുറച്ച് തീ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ മൂപ്പര് അതിനൊരു അൽഹംദുലില്ലാ അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ട്. ഹസൈനാർ CM പറഞ്ഞിട്ടുള്ളത് അടിപൊളി സൂപ്പർ എന്നാണ്. അഷ്റഫ് ഇട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അതാണെന്ന് പറഞ്ഞിട്ട് 3 നേരെ നിരിക്കുന്ന 2 കണ്ണുനീര് വരുന്ന ചിരിയാണ്. മൂപ്പർക്ക് ചിരിച്ചിട്ട് കണ്ണുനീര് കൊണ്ട് വന്നിട്ടുള്ള ഇമോജിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആ കമൻറ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി. മീഡിയ വണ്ണിലെ ഈ ന്യൂസ് വരുന്ന കമൻറ്റുകൾ. പക്ഷേ ഇത്തരം കമൻറ്റുകൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ കാണുമ്പോൾ ഒരാശയത്തെ എതിർക്കുന്നതിനപ്പുറം മനുഷ്യരെ കൂടെ വെറുക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നില്ലേ എന്ന് പോലും ഈ പറഞ്ഞ ആളുകൾ ചിന്തിക്കുന്നില്ല. ആ പറഞ്ഞ മനുഷ്യരെ വെറുക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ സാധാരണ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ സാധാരണക്കാരൻ്റെ ഭാഗത്തു നിന്നാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ളത്. പണ്ഡിതന്മാർ ഇതേപോലെ ഒരുപാട് ആളുകളെ ഇതേപോലെ ഭയക്കാനും പേടിക്കാനുമുള്ള കാരണമുണ്ടാക്കുന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഒരുപാട് പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സാധാരണക്കാരും ഇതേപോലെ ചെയ്തു തുടങ്ങിയാൽ ഈ ഇസ്ലാമോഫോബിയ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? അതാണ് പറയുന്നത്, യാ യു എൽ മുസ്ലിമോൻ, അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങൾ ഇസ്ലാമോഫോബിയ പരത്തരുത്, ദുരന്തങ്ങൾ ആഘോഷിക്കരുത്. അതൊരു മാനവിക സമൂഹത്തിന് യോജിച്ചതല്ല എന്ന് പറയാനുള്ള കാരണം. സെപ്റ്റംബർ 11 അറ്റാക്ക് ഉണ്ടായപ്പോൾ മാധ്യമം എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നമ്മളെ എന്തുകൊണ്ട് വെറുക്കുന്നു എന്ന് എല്ലാ അമേരിക്കക്കാരും ചിന്തിക്കട്ടെ എന്ന രീതിയിൽ മാധ്യമം എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ കമൻറ്റുകൾ കാണുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? അതും ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. ഇനി സാബിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബറുണ്ട്. സാബിത്ത് എന്ന് പറഞ്ഞാൽ വെറും സാബിത്തല്ല, ഹാഫിളോ സാബിത്താണ് അദ്ദേഹത്തിൻ്റെ പേര്. അയാൾ ഇൻസ്പയർ എന്ന് ബാക്കിലിട്ടിട്ടുണ്ട്. അയാൾ എന്തുകൊണ്ടാണ് ഇൻസ്പയർ ആവുന്നത് എനിക്കറിയില്ല. ചിലപ്പം ഇതൊരു ഇൻസ്പയർ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം. ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു പ്രസ്താവനയായിരുന്നു, ഹമാസ് ബന്ദികളെ മുഴുവൻ വിട്ടയച്ചിട്ടില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ മൊത്തം നരകം പോലെ ആക്കി കളയുമെന്ന്. എന്നാൽ ആ പ്രസ്താവനക്ക് തൊട്ടു പിന്നാലെ
അമേരിക്കയിലെ ലോസ് ആഞ്ചൽസ് നരകം പോലെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ബില്യൺ കണക്കിന് എണ്ണമറ്റ നഷ്ടമാണ് ഇന്ന് അമേരിക്കക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, നീചമായ കുതന്ത്രങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് ശിക്ഷകൾ വന്നനുഭവിക്കുമെന്നുള്ളത് അവർ വിചാരിക്കുന്നില്ലയോ? അല്ലെങ്കിലും പാലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ 8 ബില്യൺ ആയുധ സഹായമാണ് ഇസ്രായേലിന് കൊടുത്തതെങ്കിൽ ഇന്ന് 800 ബില്യനാണ് അവർക്ക് കാട്ടുതീയിലൂടെ അമേരിക്കക്ക് നഷ്ടം വന്നത്. ഇതാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞ ഖുർആൻ. അടുത്ത പോയിന്റ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. സാബിത് സാറ് പറഞ്ഞ വിഷയത്തിൽ അവിടെ എവിടുന്നോ വന്നൊരു പണിയാണ് ഈ ദുരന്തമായിട്ട് വന്നിട്ടുള്ളത്. ഒരു രാഷ്ട്രത്തിൻ്റെ തലവന്മാരെടുത്ത തീരുമാനം അവിടുത്തെ സാധാരണ മനുഷ്യരുടെ നഷ്ടങ്ങൾ, അവരുടെ വീടായിട്ടും ജീവനായിട്ടും വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നത്, അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അവർ ഡിസേർവ്ഡ് ആണ് എന്ന് തന്നെയാണ്, അവർ അത് അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇവിടെ പലപ്പോഴും നമ്മൾ പ്രവാചക ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ബനു ഖുറൈള ഗോത്ര നേതാവ് എന്തോ കരാറ് ലംഘിച്ചു എന്നാണ് മുസ്ലിങ്ങളും മറ്റും വാദിക്കാറ്. ഈ കരാറുണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, കരാറുണ്ടെന്ന് തന്നെ കൂട്ടിക്ക് ഒരു വാദത്തിന്. ആ കരാറ് ആ ഗോത്രത്തിൻ്റെ നേതാവ് ലംഘിച്ചു എന്നാണ് ആരോപണം. ആ ആരോപണം വെച്ചിട്ട് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ ചെയ്തത്? ആ ഗോത്രത്തെ വളഞ്ഞിട്ട്, കീഴടങ്ങിയ ഗോത്രത്തെ 10-15 ദിവസം വളഞ്ഞിട്ട് ഭക്ഷണം പോലും അകത്തേക്ക് പോവാതെ അവരെ ഗുഹ്യസ്ഥാനത്ത് രോമം വളർന്നോ എന്ന് പരിശോധിച്ചിട്ട്, കുട്ടികളല്ലാത്ത ആളുകളെന്ന് ഗുഹ്യസ്ഥാനം രോമം വളർന്നോ എന്ന പരിശോധനയിലൂടെ ആ രോമം വളർന്ന എല്ലാ മനുഷ്യരെയും ഒരു കിടങ്ങ് കീറിയിട്ട് ആ കിടങ്ങിലേക്ക് പയറരിയുന്ന പോലെ അരിഞ്ഞിടുകയാണ് ചെയ്തത്. അവിടെ ഇത്രയും മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്നത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവരെന്തോ ലംഘിച്ചു എന്നാണ് പറയാറ്. അപ്പോൾ അതൊരു ജസ്റ്റിഫിക്കേഷനാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയുള്ള മനുഷ്യരെ അവരുടെ നേതാവ് ചെയ്ത കുറ്റമാണെങ്കിൽ പോലും അതിലുള്ള മൊത്തം മനുഷ്യരെയും എന്തു ചെയ്യാൻ പറ്റും? കൂട്ടക്കൊല പോലും ന്യായീകരിക്കാൻ പറ്റും. ഈ പ്രത്യയശാസ്ത്രം പേറുന്നത് കൊണ്ടായിരിക്കാം ഇദ്ദേഹവും ഇങ്ങനെ പറഞ്ഞത്. ഒരു രാജ്യത്തിലെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ നേതാവ് ചെയ്ത അക്രമത്തിന് ആ സമൂഹം മൊത്തം ആ ദുരന്തം, എന്തെങ്കിലും ദുരന്തം വരികയാണെങ്കിൽ അത് അനുഭവിക്കാൻ അർഹനാണ് എന്ന് പറയുന്ന മനുഷ്യത്വ വിരുദ്ധമായ, നമ്മളിതിന് പറയാറെന്താണ്? കളക്റ്റീവ് പണിഷ്മെൻ്റ് എന്നാണ് പറയാറ്. ഇത് തന്നെയാണ് സാധാരണ സംഘപരിവാറും വലതുപക്ഷ രാഷ്ട്രീയക്കാരും സാധാരണ പറയാറ്. ഇസ്രായേലിനെ കുറച്ച് പേര് വന്ന്, ആ പറഞ്ഞ ജനങ്ങളിലെ കുറച്ച് പേര് വന്ന് ആക്രമിച്ചതിൻ്റെ പേരിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം, അവിടുത്തെ ലിക്വിഡ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തിട്ടുള്ളത് ഓക്കെയാണ്, എല്ലാ മനുഷ്യരുടെയും തലയിലേക്ക് ബോംബ് വർഷിച്ചത് ഓക്കെയാണ് എന്ന് പറയുന്ന ഇതേപോലുള്ള മറ്റൊരു മനുഷ്യത്വ വിരുദ്ധതയുണ്ട്. ആ മനുഷ്യത്വ വിരുദ്ധതയ്ക്ക് സമാനമായിട്ടുള്ള പ്രവൃത്തി മുഹമ്മദ് പണ്ട് ചെയ്തപ്പോൾ അത് ജസ്റ്റിഫൈ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇതും പറയുന്നത്. അതായത് കുറച്ച് മനുഷ്യർ ചെയ്ത പ്രവൃത്തിയെ മൊത്തം മനുഷ്യരെ ആക്രമിക്കാനുള്ള ജസ്റ്റിഫിക്കേഷനായിട്ട് മുന്നോട്ട് വയ്ക്കുക, അല്ലെങ്കിൽ അവർക്ക് വരുന്ന ദുരന്തത്തെ അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാ, മാഷാ അല്ലാ എന്ന് പറഞ്ഞ് വരവേൽക്കുന്ന ഒരു ഗതികേട് ഒരു ആധുനിക മനുഷ്യരെന്ന നിലയ്ക്ക്, മനുഷ്യത്വമുള്ള മനുഷ്യരുടെ ഇടയിൽ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ അത് നമ്മൾ എങ്ങനെ കാണും? ഇപ്പോൾ ഇൻസ്പയർ ആയിട്ടുള്ള സാബിത്ത് ഹാഫിള എന്ന് പറഞ്ഞാൽ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയിട്ടുള്ള ഒരാളാണ്. മാനവിക ബോധത്തിൻ്റെ അതിതീക്ഷ്ണമായ ഒരവസ്ഥയിലാണ് അദ്ദേഹം അത് പറയുന്നത്. ആ കളക്റ്റീവ് പണിഷ്മെൻ്റ് ആണ് പല ഗോത്ര ചിന്തയിൽ നിന്നും ഇന്നും പല സമൂഹത്തിൽ നിന്നും മാറാതെ പോകുന്നത്. ചില മനുഷ്യർ ചെയ്ത പ്രവൃത്തിയെ എല്ലാ മനുഷ്യരുടെ മേലേക്ക് ആരോപിക്കുന്നത് ശരിയല്ല എന്ന് മനുഷ്യത്വമുള്ള മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിർത്ത് നിൽക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അവരനുഭവിക്കേണ്ടവരാണ്, അനുഭവിച്ചാൽ കുഴപ്പമില്ല. ഇതാ മനുഷ്യർ മാത്രമാണോ അനുഭവിക്കുന്നത്? ഈ പറഞ്ഞ നിങ്ങൾ ദൈവത്തിൻ്റെ അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ് ലോസ് ആഞ്ചലസ് സിറ്റിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മനുഷ്യർ ചെയ്ത പ്രവൃത്തിക്ക് അല്ലാഹു കൊടുക്കുന്ന റബ്ബുൽ ആലമീനായ തമ്പുരാൻ, കാരുണ്യവാനും കരുണാനിധിയുമായിട്ടുള്ള തമ്പുരാൻ കൊടുത്ത ശിക്ഷയാണ് എന്ന് പറയുമ്പോൾ ഇതൊന്ന് കണ്ടു നോക്കൂ. ഈ മൃഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ മൃഗങ്ങൾ ഏത് പലസ്തീനിനെയാണ് തലയിൽ ബോംബ് വർഷിക്കാൻ വോട്ട് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവമുണ്ട്, ആ ദൈവത്തിന് കാരുണ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഈ മൃഗങ്ങളെ ശിക്ഷിക്കാനുള്ള എന്ത് ജസ്റ്റിഫിക്കേഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്?
ഈ മൃഗങ്ങൾ ശിക്ഷിക്കപ്പെടാൻ അർഹരാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കോൺസെപ്റ്റിലുള്ള ഏറ്റവും വലിയ പരാജയം, നിങ്ങളുടെ ആ കോൺസെപ്റ്റിലുള്ള ഒരു വൈരുദ്ധ്യം നിങ്ങൾ ചിന്തിക്കണം. നമ്മളത് പലപ്പോഴും പറയാറുണ്ട്, മനുഷ്യൻ്റെ ചെയ്ത പ്രവൃത്തികൾക്ക് അടിസ്ഥാനത്തിലാണ് ഈ ദുരന്തങ്ങളൊക്കെ വരുന്നത് എന്ന് പറയുമ്പോൾ, മനുഷ്യരൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു ജീവികളുണ്ടായിരുന്നു. ആ ജീവികളെ മൊത്തം ഉൽക്കകൾ വന്ന് ആക്രമിച്ച് റബ്ബുൽ ആലമീനായ തമ്പുരാന് മൊത്തം നശിപ്പിച്ച് കളഞ്ഞു. അവരെന്ത് തിന്മയായിരുന്നു ചെയ്തിരുന്നത് എന്ന് ഇതേപോലെ നിങ്ങൾക്ക് പറയേണ്ടി വരും. ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രകൃതിയിലെ ദുരന്തങ്ങളാണ്. ഈ ദുരന്തങ്ങൾ ഇതിൻ്റെ കാഷ്വാലിറ്റി ഇല്ലാതാക്കാൻ നോക്കുന്ന പ്രവൃത്തികളാണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത്. അതിൽ കൂടുതൽ സഹകരണങ്ങളും സഹായ മനോഭാവങ്ങളുമാണ് നമ്മൾ സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുകയാണ് ആധുനിക മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പല ദുരന്തങ്ങളുടെയും കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു 50 വർഷം മുമ്പോ 100 വർഷം മുമ്പോ അറ്റ്ലീസ്റ്റ് 20 വർഷം മുമ്പോ നടന്ന ദുരന്തങ്ങളും ഇന്നത്തെ ദുരന്തങ്ങളും നോക്കുമ്പോൾ കാഷ്വാലിറ്റിയുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിനുകൊണ്ടുള്ള ഉപകാരം. പെർഫെക്റ്റ് ഡിസൈനായിട്ട് ആ ദൈവം ഉണ്ടാക്കി വെച്ച ഭൂമിയിൽ ഈ ദുരന്തങ്ങൾ, ടെക്ടോണിക് പ്ലേറ്റ് പോലും ഇളകി മറിയാവുന്ന രീതിയിൽ നമ്മൾ കസാരയ്ക്ക് അടിയിൽ ആട്ടമുള്ള കസാരയ്ക്ക് കല്ല് വയ്ക്കുന്ന പോലെ ആട്ടമുള്ള ഭൂമിക്ക്, അത് കൃത്യമായിട്ട് കസേര ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ ആട്ടം ഉണ്ടാവില്ല. കസേരയ്ക്കടിയിൽ കല്ല് വെച്ച പോലെ ഭൂമി ഇളകാതിരിക്കാൻ പർവ്വതങ്ങൾ വെച്ച പെർഫെക്റ്റ് ദൈവമാണ് ഈ ക്രൂരത ചെയ്ത് നിങ്ങൾ അവകാശപ്പെടുന്നത് ഇത് ദൈവമാണ്, നിങ്ങളുടെ ദൈവം കൊടുത്ത പരീക്ഷണമാണ് എങ്കിൽ ഈ പറഞ്ഞ മൃഗങ്ങളോട് കാണിക്കുന്ന ക്രൂരത കാണിച്ചതും നിങ്ങളുടെ ദൈവമാണെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളൊരു വാദം വയ്ക്കുമ്പോൾ വാദത്തിൽ ഉറച്ചു നിൽക്കണം. നിങ്ങളുടെ ദൈവമാണ് ഈ പറഞ്ഞ മൃഗങ്ങളോട് പോലും. മനുഷ്യരാണ് തെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ മൃഗങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? അവരെ എന്തിനാണ് ഈ വെന്ത് മരിക്കാനും ഇതുപോലുള്ള അലയാനും വേണ്ടി വിട്ടുകൊടുക്കുന്നു? ഈ ക്രൂരത കാണിക്കുന്നവരാണോ നിങ്ങളുടെ ദൈവം? ട്രംപ് ചെയ്തതിൻ്റെ പേരിൽ ഈ മൃഗങ്ങളൊക്കെ ഇതേപോലെ ചുട്ടുകരിച്ച റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഈ പാവങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി കഴുകും? ഒന്ന് ആലോചിച്ച് നോക്കുക, ചിന്തിക്കുക. അപ്പോഴാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് സ്വതന്ത്രമായി ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഞങ്ങൾ പറയേണ്ടി വരുന്നത്. ഇനി ഹാഫിൽ സാബിത്തിന് ഇൻസ്പിറേഷന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഇൻസ്പിറേഷനാണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ബാലുശ്ശേരി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലരെ ഓർമ്മ വരും. ഇത് പുതിയൊരു ബാലുശ്ശേരിയാണ്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി നല്ലൊരു ഈമാനുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ തംബ്നെയിലാണ് കാണിക്കുന്നത് അമേരിക്കയിൽ പടരുന്ന തീ, ഖുർആൻ നൽകുന്ന സൂചനകൾ. അതും അതിലുണ്ട്. അതും ആ സൂചനയും ഖുർആനിലുണ്ട് എന്ന രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, അമേരിക്കയിലെ കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ വളരെ വലിയ ഒരു തീ പടർന്നു പിടിക്കുന്ന വാർത്തകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങൾ എന്ന് തന്നെ വേണം പറയാൻ മാറ്റി പാർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 10,000-ങ്ങൾക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ധാരാളക്കണക്കിന്, ആയിരക്കണക്കിന് വീടുകൾ കത്തി നശിച്ചു പോയിരിക്കുന്നു. വലിയ വലിയ പ്രമാണിമാരായ ആളുകൾ, സിനിമാ നടന്മാർ തുടങ്ങി വമ്പിച്ച നാശനഷ്ടങ്ങൾ എല്ലാവർക്കും വരുത്തിക്കൊണ്ടാണ് ആ തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ഗുണപാഠങ്ങളുമുണ്ട്, ലോകത്തിന് നൽകാൻ സന്ദേശങ്ങളുമുണ്ട്. അവയിൽ ഏതാനും ചില കാര്യങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ, ഓർമ്മയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊതുവായ ശിക്ഷകൾ വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ, മറ്റുള്ളവരെ ഇല്ലാതെയാക്കുവാൻ കുതന്ത്രങ്ങൾ മെനയുന്നതാരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തന്ത്രങ്ങളെ അവരിലേക്ക് തന്നെ തിരിച്ചുവിടും എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, സൂറത്തു അൻ-നംലിലെ 48-ാമത്തെ ആയത്ത്. മഹാനായ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിലേക്ക് പ്രബോധനം നടത്തിയപ്പോൾ അദ്ദേഹത്തെ കൊന്നുകളയാൻ വേണ്ടി അവിടെയുള്ള ചില ആളുകൾ പ്ലാനിടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വകാന ഫിൽ മദീനത്തി 9 റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർദി വലാ യുസ്ലിഹൂൻ. 9 പോക്കിരികൾ ആ നാട്ടിലുണ്ടായിരുന്നു. അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരായിരുന്നു, നന്മ ഉണ്ടാക്കുന്നവരായിരുന്നില്ല. അവർ മഹാനായ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊന്നുകളയുവാൻ വേണ്ടി അവർ പ്ലാനിട്ടു. അങ്ങനെ അവർ വലിയ ഒരു തന്ത്രം അദ്ദേഹത്തിനെതിരെ പ്രയോഗിച്ചു. അള്ളാഹു പറയുന്നത് വമക്കറു മക്ര. അങ്ങനെ അവർ വലിയൊരു തന്ത്രം പ്രയോഗിച്ചു. വമക്കർന മക്രൻ, എന്നാൽ നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു. വഹും ലാ യശ്ഉറൂൻ, അവർ അറിയാതെ. ഫൻളുർ കൈഫ കാന ആഖിബത്തു മക്രിഹിം, അവസാനം നിങ്ങൾ ശ്രദ്ധിക്കൂ അവരുടെ തന്ത്രത്തിൻ്റെ പര്യവസാനം എന്തായിരുന്നു എന്ന്. അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ, ആ 9 ആളുകളെ മാത്രമല്ല അവർ ഉൾക്കൊണ്ട സമൂഹത്തെ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകർത്ത് തരിപ്പണമാക്കി. ഫതിൽക ബുയൂതുഹും ഖാവിയതൻ ബിമാ ളലമു,
അതാ അവരുടെ വീടുകൾ നിലംപരിശായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം, അവർ അക്രമം കാണിച്ചത് നിമിത്തം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യഅലമൂൻ. അറിവുള്ള, വിജ്ഞാനമുള്ള, കാര്യങ്ങൾ അന്വേഷിക്കുന്ന, പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അതിൽ എമ്പാടും ദൃഷ്ടാന്തങ്ങളുണ്ട്. മനുഷ്യൻ്റെ ശാസ്ത്ര പരിജ്ഞാനമോ ടെക്നോളജികളോ ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ അവനെ സഹായിക്കുകയില്ല എന്ന് തന്നെയാണ് ഇതേപോലെയുള്ള കാര്യങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് പാഠം നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വലിയ വലിയ ബഡായികൾ പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടും. അതുപോലെ തന്നെ മനുഷ്യർ ദൈവത്തിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ, വേദഗ്രന്ഥങ്ങളിലേക്കും പ്രവാചകന്മാരുടെ സന്ദേശങ്ങളിലേക്കും മടങ്ങാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൊതുവായ ചില ശിക്ഷകൾ നൽകുന്നു. സൂറത്തു സജ്ദയിലെ 21 അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. മരണാനന്തര ജീവിതത്തിൽ വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ്, നരകശിക്ഷ വരുന്നതിന് മുമ്പ് അതിൻ്റെ ചെറിയ ഭാഗങ്ങളെ കൊണ്ട് ഈ ദുനിയാവിൽ, അഥവാ ചെറിയ രൂപത്തിലുള്ള ശിക്ഷകൾ കൊണ്ട് ഈ ദുനിയാവിൽ നാം അവരെ പരീക്ഷിക്കുന്നതാണ്. അത്തരം ശിക്ഷകൾ അവരെ നാം ആസ്വദിപ്പിക്കുന്നതാണ്. എന്തിനു വേണ്ടി? ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങാൻ വേണ്ടി, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി തെറ്റുകൾ തിരുത്താൻ വേണ്ടി. സൂറത്തു റൂമിലെ 41 കാണാം, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. കരയിലും കടലിലും ഫസാദ് വ്യാപിച്ചിരിക്കുന്നു ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം. ഷിർക്കും കുഫറും അടക്കമുള്ള തിന്മകൾ, അനീതിയും അക്രമവും അടക്കമുള്ള തിന്മകൾ, അത്തരം തിന്മകൾ അവർ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ, കരയിൽ ഫസാദ് വിതയ്ക്കും. എന്തിനാണ്? ലിയുദീഖഹും ബഅദല്ലദീ അമിലു, അവർ പ്രവർത്തിച്ചതിന്റെ തിക്തഫലം മനുഷ്യർ അനുഭവിക്കാൻ വേണ്ടി. ലഅല്ലഹും യർജിഊൻ, എങ്കിൽ അവർക്ക് ഖേദിച്ച് മടങ്ങാമല്ലോ, ആലോചിക്കാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈനി സുമ്മ ലാ യതൂബൂൻ. ഓരോ വർഷവും ഒന്നോ രണ്ടോ തവണ അല്ലാഹു അവരെ പരീക്ഷിക്കുന്നുണ്ട്, അവരെ ശിക്ഷിക്കുന്നുണ്ട്. എന്നിട്ടും അവർ എന്താണ് തൗബ ചെയ്യാത്തത് എന്ന് സൂറത്തു തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾ നിരന്തരമായി വന്നിട്ടും ഖേദിച്ച് മടങ്ങാത്ത ആളുകളുടെ കാര്യം അത്ഭുതം തന്നെ. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ശ്രദ്ധേയമായ മറ്റൊരു വിഷയം, ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് ഓരോ പട്ടണങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടുന്നതാണ്. സൂറത്തുൽ ഇസ്രായിലെ 58 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ മിൻ ഖറയത്തിൻ ഇല്ലാ നഹ്നു മുഹ്ലികൂഹാ. നാം നശിപ്പിക്കാത്ത ഒരു പട്ടണവും ഉണ്ടാവുകയില്ല ഖബല യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന് മുമ്പ്. അപ്പോൾ ഖിയാമത്ത് നാളിന് മുമ്പ് എല്ലാ പട്ടണങ്ങളെയും അല്ലാഹു പടിപടിയായി പിടികൂടും. ഔ മുഅദ്ദിബൂഹാ അദാബൻ ശദീദ, അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയ്ക്ക് ആ പട്ടണത്തെ അല്ലാഹു വിധേയമാക്കും. കാന ദാലിക ഫിൽ കിതാബി മസ്തൂറ, അത് ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു രേഖപ്പെടുത്തിയ കാര്യമാണ്. അപ്പോൾ അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ നേരത്തെ തന്നെ ഖദറാക്കിയതാണ്. ഖിയാമത്ത് നാളിന് മുമ്പായി കൊണ്ട് അല്ലാഹു ഓരോ പട്ടണങ്ങളെയും രാജ്യങ്ങളെയും നശിപ്പിക്കുന്നതാണ്, ജനങ്ങൾക്ക് പാഠം നൽകുവാൻ വേണ്ടി, ഖിയാമത്ത് നാളിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി. കാരണം ഖിയാമത്ത് നാളിനെ അത് വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും അതിനെ തടയാൻ കഴിയില്ല. അത് ഭൂമിയെ മൊത്തം ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അത് സത്യമാണ് എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഇതേപോലെയുള്ള ശിക്ഷകൾ അല്ലാഹു നൽകുന്നു. തീ ഉണ്ടാകുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ഉരുൾപൊട്ടലുണ്ടാകുന്നു. എന്തിനാണത്? മനുഷ്യൻ അറിയാൻ. അവരുടെ കൈകളിലല്ല ഒന്നും. അവർ എത്ര തന്നെ വളർന്നു എന്ന് വിചാരിച്ചാലും റഹ്മാനായ റബ്ബിനെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല എന്നും, അതുകൊണ്ട് അല്ലാഹുവിൻ്റെ മുന്നിൽ വിനയാന്യതരായി അവൻ്റെ ഏകത്വം അംഗീകരിച്ച് അവനയച്ച പ്രവാചകന്മാരനുസരിച്ച് അവൻ നൽകിയ വേദഗ്രന്ഥങ്ങളെ പിൻപറ്റി ജീവിക്കലാണ് മനുഷ്യർക്ക് കരണീയമായിട്ടുള്ളത് എന്ന പാഠം മാനവ സമൂഹത്തിന് നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പിടികൂടിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. അവസാനമായി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ സൂറത്തു യൂനുസിലെ 24-25 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഐഹിക ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. പലരും വലിയ വലിയ സ്ഥാനത്തുള്ളവരായിരിക്കാം, വലിയ അറിയപ്പെടുന്ന ഹോളിവുഡ് നടന്മാരായിരിക്കാം, അതേപോലെ തന്നെ വലിയ പണക്കാരായ ആളുകളായിരിക്കാം, ലോകത്തെ മുഴുവൻ ഭരിക്കുന്നവരാണ് എന്ന് പറയുന്നവരായിരിക്കാം. ആരുമാകട്ടെ, ഐഹിക ജീവിതം ക്ഷണികമാണ്. അതുകൊണ്ട് അഹങ്കരിക്കാതിരിക്കൂ, പൊങ്ങച്ചം കാണിക്കാതിരിക്കൂ, അക്രമവും അനീതിയും കാണിക്കാതിരിക്കൂ, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഐഹിക ജീവിതത്തിന്റെ ഉപമ ഉപരിലോകത്ത് നിന്ന് വർഷിക്കുന്ന ഒരു മഴ പോലെയാണ്. ആ മഴയിലൂടെ സസ്യലതാദികളെല്ലാം മുളച്ചു പൊന്തി അങ്ങനെ കൃഷിയിലും അതേപോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ നല്ല വർധനവുണ്ടായി. എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന രാത്രിയോ പകലോ വരികയും ഇന്നലെ വരെ ആ തോട്ടം, ആ മരങ്ങൾ അവിടെ ഇല്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ആലോചിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. ഇവിടെ അമേരിക്കയിൽ തീ പടർന്ന പ്രദേശങ്ങളെക്കുറിച്ച് ഒരു ന്യൂസിൽ വായിക്കാൻ സാധിച്ചത്, കഴിഞ്ഞ ചില വർഷങ്ങളിൽ അവിടെ നന്നായി മഴ പെയ്യുകയും അങ്ങനെ അവിടെയുള്ള മരങ്ങളും ചെടികളുമൊക്കെ വളരെ നല്ല രൂപത്തിൽ വളർന്നു വലുതായി, വളരെ വലിയ പച്ചപ്പുണ്ടായി. പക്ഷേ പിന്നീട് അത് ഉണങ്ങി. അവസാനം ഇപ്പോൾ തീ പടർന്നപ്പോൾ ആ തീയുടെ ആക്കം കൂട്ടാൻ അത് കാരണമായി തീർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. റഹ്മാനായ റബ്ബിൻ്റെ പിടുത്തത്തെ സംബന്ധിച്ച് എല്ലാവരും ചിന്തിക്കണം. സമാനമായ ഉപമയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്നലെ വരെ പച്ചപ്പുള്ളത് ഇന്ന് ഒന്നുമല്ലാതായി തീരും. ഇന്നലെ വരെ അതവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുമാറ് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ ഗേഹത്തിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയായ ഇസ്ലാമാകുന്ന മതത്തിലേക്കും അല്ലാഹു ക്ഷണിക്കുന്നു. വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുന്നു. റഹ്മാനായ റബ്ബ് നാമേവരെയും സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കട്ടെ. ദാറുസ്സലാമാകുന്ന സ്വർഗ്ഗലോകത്ത് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മഹത്തായ ഇസ്ലാമിൻ്റെ, ഖുർആനിൻ്റെ ഈ സന്ദേശം ജനങ്ങൾ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു പോവുകയാണ് ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ കാണുമ്പോൾ. അപ്പോൾ സിറാജുൽ ഇസ്ലാം സാഹിബ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിദായത്ത് കിട്ടിയിട്ട് ബൈഡൻ സാറും ട്രംപ് സാറും ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹു ഹിദായത്ത് കൊടുക്കേണ്ടി വരും. കാരണം അജ്ജാതി പരീക്ഷണമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ സിറാജുൽ ഇസ്ലാമും ഏത് ഇസ്ലാമാണെങ്കിലും ഏത് ബാലുശ്ശേരിയാണെങ്കിലും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു റഹ്മാനും റഹീമുമാണ് എന്ന് നിങ്ങൾ
നായിക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ തമ്പുരാനെ കളിയാക്കുന്നതാണോ എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇതുപോലുള്ള ക്രൂരത നേരത്തെ പറഞ്ഞ പോലെ മൃഗങ്ങളോട് ചെയ്ത പോലെ കുറച്ച് മനുഷ്യരെ ഭരണാധികാരികൾ ചെയ്തു. ഈ മനുഷ്യരുടെ ഭരണാധികാരികളുടെ ഏതെങ്കിലും വീട് പോയാ? ജോ ബൈഡന്റെ ഏത് കക്കൂസാ പൊളിഞ്ഞത് എനിക്കറിയില്ല. ട്രംപിന്റെ ഏത് പാലസാണ് പൊട്ടിപ്പോയത്? നാളെ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളെ മാതൃക പറഞ്ഞിട്ട് ഇവരൊക്കെ ഇസ്ലാം മതം സ്വീകരിക്കേണ്ടി വരും. ഇത് സാധാരണക്കാരായ മനുഷ്യർക്ക് അനുഭവിക്കുന്ന ദുരന്തങ്ങൾ പോലും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഏത് ദുരന്തം ഉണ്ടാകുമ്പോൾ ആ സാധനത്തിലേക്ക് ആ ഒരു ചാൻസ് ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഈ പറഞ്ഞ ഇസ്ലാം അങ്ങ് ഇടിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഒരു പരിപാടി ഉണ്ടല്ലോ. ഏത് ദുരന്തവും അക്ബർ സാഹിബ് ആഴക്കടലിൽ സംവാദത്തിൽ പറഞ്ഞ വാദം ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ കടലിൻ്റെ അടിയിൽ പോയിട്ട് അവിടെ ആ ഒരു പേടകം ഇംപ്ലോഡ് ചെയ്തപ്പോഴും അപ്പോഴും ദീനുൽ ഇസ്ലാമിൻ്റെ തെളിവായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ഈ മതം ഇടിച്ചു കയറ്റിയിട്ട് ഈ ദാവാ പ്രവർത്തനം നടത്തുന്ന ഒരു വൃത്തികെട്ട ഒരു പരിപാടിയാണ് ഇപ്പോഴും സിറാജുൽ ഇസ്ലാം സാഹിബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? എന്താണ് ഈ പറഞ്ഞ ആളുകളെ കുറിച്ചിട്ട് ഈ ബഹുസ്വര സമൂഹത്തിലുള്ള മനുഷ്യർ ചിന്തിക്കുക? എന്ത് ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മളെ പുസ്തകത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പുസ്തകം പറഞ്ഞ് കേൾക്കായിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെ കൂടെ കൂടായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിലധികം ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കൾ എന്തോ അക്രമം കാണിച്ചു. അപ്പോൾ എന്താ ചെയ്യണത്? അവിടുത്തെ ജനങ്ങളെ മൊത്തം അങ്ങോട്ട് തീയിട്ട് നശിപ്പിക്കുക, നരകമാക്കി കൊടുക്കുക. അപ്പോൾ ഇതേ സാധനം ഇന്ത്യയിലാണെന്ന് കൂട്ടുക. ഇന്ത്യയിലെ ഭരണാധികാരി ഇപ്പോൾ നരേന്ദ്രമോദിയാണല്ലോ, അല്ലേ? നരേന്ദ്രമോദിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അംഗീകരിക്കാൻ പറ്റാത്തൊരു ഭരണാധികാരിയാണ്. ഇന്ന് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ മൊത്തം താമസിക്കുന്ന സ്ഥലങ്ങളടക്കം മൊത്തം അടിമേൽ മരിച്ചെന്ന് കൂട്ടുക. എങ്ങനെ ഉണ്ടാവും? ഭരണാധികാരി നരേന്ദ്രമോദിയാണല്ലോ. ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും കൂടെ അങ്ങനെ നശിപ്പിക്കുക. അപ്പം നിങ്ങൾ പറയൂ, ഇത് നിങ്ങൾ കുടുങ്ങും. ഈ പറഞ്ഞ സിറാജുൽ ഇസ്ലാം ഉണ്ടാവും ആ മലൻ്റെ അടിയിൽ, മറച്ചിട്ട മലൻ്റെ അടിയിൽ. എങ്ങനെ ഉണ്ടാവും? ഇതാ നിങ്ങളെ ദൈവം. നിങ്ങൾ ദൈവത്തിനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിനെ കളിയാക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ സിറാജുൽ ഇസ്ലാമായിട്ടുള്ള വഹാബി മാത്രമാണോ അത് ചെയ്യുന്നത്? അവിടെയല്ല. എന്ത് ദുരന്തം ഉണ്ടെങ്കിലും അത് നമ്മളെ ക്രെഡിറ്റ് വെച്ചിട്ട് നമ്മളെ സാധനം ഇടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് ആധുനിക സൂഫി പണ്ഡിതനായിട്ടുള്ള എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഒറിജിനൽ ഇസ്ലാമിൻ്റെ ആളായിട്ടുള്ള റഹ്മത്തുള്ള കാസിമി സാഹിബ് പറയണമെന്ന് നോക്കാം. റഹ്മത്തുള്ള കാസിമി സാഹിബ് കൊറോണ വന്നപ്പോൾ എന്താ പറഞ്ഞത്? വേണ്ട, അള്ളാഹുവിന്റെ ഒരു ഇടപെടലാണ് എന്ത്? കൊറോണ. പെണ്ണുങ്ങളെ ഉപദ്രവിച്ചു ചൈന. നോമ്പ് നോൽക്കും കഴിഞ്ഞ റമദാൻ മാസം ഒരു റമദാൻ ആയിട്ടില്ല. കഴിഞ്ഞ റമദാൻ മാസത്തില് നോമ്പ് നോറ്റ ആളുകളെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടു ചൈന. ഒരു റമദാൻ മറിഞ്ഞു വന്നില്ല. ഏറ്റവും വലിയ ലോകക്കാരി ഏത് നാടിൻ പറ? ചൈന. തോറ്റ തൊപ്പിട്ട് ചൈന ഇടപെട്ട് ആകെ ആണും പെണ്ണും ഇസ്ലാമിൽ പെണ്ണ് പർദ്ദ ആവശ്യമുള്ളൂ. ആണും പെണ്ണും പർദ്ദയാണ്. ഇടപെട്ടു ആര്? ലത്തീഫായ റബ്ബി ഇന്ന റബ്ബി ലത്തീഫ് ഇന്ന റബ്ബി ലത്തീഫ്. ലത്തീഫൊക്കെ കൂടെ ഇടപെട്ട് എങ്ങനെയുണ്ട്? ഈ പറഞ്ഞ കഅബന്റെ ചുറ്റുപോലും സൗദി അറേബ്യ എന്നും കൂടെ പറയണം. ഏത്? മദീന. അവിടെ ഉണ്ടായില്ല കൊറോണ. ഷെയ്ഖിന്റെ പള്ളി അവിടെ ഉണ്ടാവും. അവിടെയും കയറാൻ പറ്റൂല. ഇനി അത് മൂപ്പര് മറന്നുപോയി. പിന്നെ അതെല്ലാം കൂടെ പറഞ്ഞപ്പോഴേ ജുമാ വരെ ഇല്ലാണ്ടായി. അത് മൂപ്പര് മറന്നുപോയി. ഇതാണ് ഒരു ദുരന്തം ഒരു സമൂഹത്തിൽ ഉണ്ടാവുമ്പോൾ ആ ദുരന്തത്തിനെ പിടിച്ചിട്ട് മതത്തിൽ ഇടിച്ചു കയറ്റിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വൃത്തികെട്ട പരിപാടി. പണ്ട് നമ്മളെ വാജ്പേയി ഗവൺമെൻറ് സമയത്തൊരു യുദ്ധം ഉണ്ടായപ്പോൾ, അതായത് ഇന്ത്യൻ പട്ടാളക്കാരുടെ മരിച്ച അവരുടെ ബോഡി വെക്കാനെന്ന പെട്ടി വരെ കുംഭകോണം നടത്തുമ്പോൾ നമ്മൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് പറഞ്ഞു. ഇത്രയും മനുഷ്യർക്ക് ദുരന്തം അനുഭവിച്ചപ്പോൾ അതെടുത്തിട്ട് നമ്മളെ സാധനം മാർക്കറ്റ് ചെയ്യുക. നിങ്ങളൊക്കെ എന്താ പറയേണ്ടത്? അപ്പോൾ ലോകം മുഴുവൻ ദുരന്തമാകുമ്പോൾ അതുപോലും മാർക്കറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ രാഷ്ട്രീയക്കാരെക്കാളും അലമ്പ് സെറ്റപ്പാണത്. നമ്മൾ സാധാരണ രാഷ്ട്രീയക്കാരെ പറ്റിയാണ് പറയല്. ഒക്കെ രാഷ്ട്രീയക്കാരൊക്കെ പ്രശ്നമാണ്. അത് ഞാൻ പറഞ്ഞത് BJP ഗവൺമെൻറ്റിൽ അതിനേക്കാളും വൃത്തിയുടെ പരിപാടിയാണ്. ഇതേപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതെടുത്തിട്ട് നമ്മൾക്ക് ബെനിഫിറ്റ് ആക്കുന്ന പരിപാടി, നമ്മൾക്ക് കുറച്ച് ആൾക്കാരെ കൂട്ടാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണ ഉടായ്പ് പരിപാടി ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ സാബിത്ത് ഇൻസ്പയർ, അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ ഇതാണ്. അദ്ദേഹം ലോകം ചുറ്റുന്ന ഒരു തീർത്ഥാടന പക്ഷിയാണ്. അദ്ദേഹവും പറഞ്ഞത് ഇതാണ്, റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഒരു പരീക്ഷണം കൊടുത്ത് ഭൂകമ്പം ഉണ്ടാക്കണത് ഇത് തന്നെയാണ്. അത് സിറിയൻ തുർക്കി ബോർഡറിൽ കഴിഞ്ഞ ഒരു 2023 ദുരന്തം ഉണ്ടായപ്പോൾ
ഇത് പറഞ്ഞായിരുന്നോ നിങ്ങൾ? വേറെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചായിരുന്നോ? ആ പറഞ്ഞ രാജ്യത്തിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയത് ദുരന്തം. ആ മനുഷ്യരോ നമ്മൾ ദീനുൽ ഇസ്ലാമിൻ്റെ ആൾക്കാരായിരുന്നല്ലോ കുറേയൊക്കെ. അവിടെ ഇതേപോലെ അടിമേല മരിച്ച്. പാകിസ്ഥാനിലും ഇതേപോലെ ഉണ്ടായിരുന്നു ഭൂകമ്പം ഉണ്ടായത്. എല്ലാം ആ സമയത്ത് വേറെ ഇതേപോലെ ചിലപ്പോൾ ഒരു ചാണകം വന്ന് പറയും അവർക്ക് അങ്ങനെ കിട്ടണമെന്ന്. അപ്പോൾ നിങ്ങൾ ഒരു ഇതുകൊണ്ട് മനുഷ്യത്വ വിരുദ്ധത പറയുന്നേന്നും പറഞ്ഞു വരും. ഇല്ലേ? വരില്ലേ? ആ സമയത്ത് വരില്ലേ? വരും. ആ സമയം അത് പറഞ്ഞത് മനുഷ്യത്വ വിരുദ്ധതാണ്. മനുഷ്യപ്പറ്റുള്ള എല്ലാവരും പറയും മനുഷ്യത്വ വിരുദ്ധതാണ്. പക്ഷെ നിങ്ങൾക്ക് എതിരാണെന്ന് തോന്നുന്ന ആളുകൾക്കെതിരെ നിങ്ങൾക്ക് ആമീനും അൽഹംദുലില്ലയും സുബ്ഹാനല്ലാഹും ജസാഖുല്ലാ ഹൈറും എല്ലാ സാധനവും എടുത്തുകൊണ്ട് വരും. അറബിയിൽ പറയുന്ന എല്ലാ ആശംസാ വേടുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരുത്തൻ പറഞ്ഞത് സന്തോഷം എന്നാണ്. ദുഃഖമുണ്ടെങ്കിലും കാണുമ്പോൾ ഒരു രസമുണ്ടെന്നാണ് പറഞ്ഞത്. അവരങ്ങനെ ആസ്വദിക്കുകയാണ്. ആ ചാറ്റുകളൊക്കെ ഒന്ന് എടുത്തു നോക്കണം. അത് സാധാരണക്കാരന് ഒന്ന് ആലോചിച്ച് നോക്കണം. സാധാരണക്കാരനായിട്ടുള്ള ആളുകളാണ് അങ്ങനെ ഇടുന്നത്. അയാളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് എന്താണ്? ഇതേപോലെ ഗോത്രബോധം ഉണ്ടാക്കുക. നമ്മളാളല്ല, ഓൻ വേറെ ടീമാണ്, ഓൻ അപ്പുറത്തെ ഗോത്രമാണ്. നേരത്തെ പറഞ്ഞ ബനൂ ഖുറൈള പോലെ അത് മറ്റേ ഗോത്രത്തിലുള്ള ഒരു നേതാവ് ചെയ്താൽ എല്ലാവരെയും അരിഞ്ഞിടാം, പയറരിയുന്ന പോലെ എല്ലാ മനുഷ്യരെയും അരിഞ്ഞിടാം എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെയുള്ള നേതാവ് ചെയ്താലും അവിടുത്തെ ജനങ്ങളും അനുഭവിക്കണം. അനുഭവിച്ച സന്തോഷമുണ്ട്, പടച്ചോൻ തന്ന അൽഹംദുലില്ലാ എന്നും പറഞ്ഞിട്ട് ഈ പറയുന്ന ആളുകളെ ചില മനുഷ്യർ വെറുക്കാൻ തുടങ്ങിയാൽ, മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതേപോലെ സാമൂഹ്യ ജീവിയായി ജീവിക്കേണ്ട മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതേപോലെ വെറുപ്പുകൾ ഉണ്ടാവാൻ തുടങ്ങിയാൽ ആ മനുഷ്യരെ കുറ്റം പറയാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ആ മനുഷ്യരെ നമ്മൾ എങ്ങനെ കുറ്റപ്പെടുത്തും? അവിടെ ഈ ഫോബിയ എന്ന് പറഞ്ഞ സാധനം എടുത്തുകൊണ്ട് വെക്കും. അവർ ഫോബിയ പറയും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ വിലപിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇതേപോലെ മനുഷ്യരെ നമ്മൾ ഒരു സമൂഹത്തിൻ്റെ കൂടുതൽ ജീവിക്കാൻ പറ്റാത്ത ആളുകളാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലെ സാധാരണക്കാർ പോലും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പണ്ഡിതന്മാർ ഇതുപോലെ ആ സാധനം പിടിച്ചിട്ട് അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇരുന്നിട്ടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ല എന്ന്. ഇത് മാത്രമാണോ? നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇതേപോലെ വെള്ളപ്പൊക്കം ഉണ്ടാക്കുമ്പോൾ മഹദീൻ്റെ കോളേജ് അതും കൂടെ മുങ്ങിപ്പോയാൽ കുഴപ്പമില്ല ഇനിന്ന് പറഞ്ഞിട്ട് ഒരു സെലഫി പണ്ഡിതനും ഉണ്ടായിരുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വെറുക്കുക. ഈ സിസ്റ്റം മൊത്തത്തിൽ വെറുക്കാൻ പഠിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ പോലും പണ്ട് ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ ആൾക്കാർ ചന്ദ്രനിലേക്ക് മനുഷ്യന്മാർ പോയി തുടങ്ങി. അപ്പോഴാണ് അവൻ്റെ ഒരു സാധനം എടുത്തുകൊണ്ട് വരുന്നത്. അതാണ് എനിക്കും പറയാനുള്ളത്. ഇതേപോലെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സാധനം എടുത്തുകൊണ്ട് വരുന്നത് നിങ്ങളോടൊക്കെ അതാ പറയാനുള്ളത്. ഈ കാലഘട്ടത്തിലും ഈ പറഞ്ഞ അളിഞ്ഞ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഈ സാധനം ഉണ്ടെങ്കിൽ ആ ഒരു ആശയം സമൂഹത്തിന് അപകടം തന്നെയാണ്. ഇനി ബാലുശ്ശേരിയിൽ നിന്നുള്ള മറ്റൊരു ദുരന്തം. അപ്പോൾ ആളുകൾ വിചാരിക്കും ബാലുശ്ശേരിക്കാർ മൊത്തം ദുരന്തമാണല്ല. ബാലുശ്ശേരിയിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ഇങ്ങനത്തെ 2-3 ദുരന്തങ്ങളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ആ ബാലുശ്ശേരിയുള്ള ദുരന്തം ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമോഫോബിയ ഉണ്ടാവാൻ സാധ്യതയുള്ള കമൻറ്റുകൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ ബാലുശ്ശേരി സാഹിബ്. ആ ദുരന്തം ഇതുപോലെ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറയാറ് എന്ന് നമ്മളൊന്ന് കേട്ടു നോക്കാം. കുറച്ച് പഴയ വീഡിയോ ആണ്. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി. കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9-ന് 1,00,000-ഓളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1,00,000-ലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു.
മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാലുശ്ശേരി സാഹിബ് പറയണത് മീനായിൽ ഒരു ദുരന്തം ഉണ്ടായി. ആ സമയത്ത് ഹജ്ജിന്റെ സമയത്ത് ആ ദുരന്തം ഉണ്ടാവാനുള്ള കാരണം പ്രവാചന കാലത്ത് മൊത്തം ആളുകൾ മുവഹിദുകളാണ്. അവർക്ക് തൗഹീദ് കിടിലമായിട്ട് കറക്റ്റ് സാധനമായിട്ട് നിന്ന ആളുകളായിരുന്നു സ്വഹാബിമാരൊക്കെ. പക്ഷേ ഇപ്പം ഇത്ര മുവഹിദുകളല്ലാത്ത ആളുകൾ അവിടെ ഹജ്ജ് ചെയ്യാൻ വരുന്നു. അതുകൊണ്ടാണ് ഓവർ ക്രൗഡ് ആവുന്നത്. അങ്ങനെയാണ് ദുരന്തം ഉണ്ടാവുന്നത്. അങ്ങനെ ആരാണ് ഈ മുവഹിദ് അല്ലാത്ത ആളുകൾ എന്ന് മുജാഹിദ് ബാലുശ്ശേരി ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? കേരളത്തിലെ സമസ്തകൾ, ഇത് സമസ്ത കേരള ജമിയത്തുലമയും അതേപോലുള്ളൊരു സമസ്തയായിട്ടുള്ള നമ്മളെ കാന്തപുര ഉസ്താദിൻ്റെ സമസ്തയും, ഇത് നമ്മളെ മുടിവള്ളം ഉസ്താദിൻ്റെ സമസ്തയും, ഇവരൊക്കെയാണ് എന്ത് മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ മുവഹിദുകളല്ല. അങ്ങനത്തെ ആളുകൾ വരുന്നത് കൊണ്ടാണ് മീനായിൽ ദുരന്തം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം പുളകം കൊള്ളുകയാണ്. നോക്കണം, ആ വെറുപ്പ് നോക്കണം മനസ്സിൽ. ഇത് വേറെ വിഭാഗമൊന്നുമല്ല, മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള ചെറിയൊരു ശാഖാപരമായിട്ടുള്ള, നമ്മളെ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ഭാഷ പറയുകയാണെങ്കിൽ ശാഖാപരമായിട്ടുള്ള വ്യത്യാസമുള്ള ആളുകൾ മാത്രമാണ്. അവർ വന്നതുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത്. എല്ലാത്തിനും കാരണമുണ്ട്. അങ്ങനെ ഒരു ദുരന്തമായി മാറിയ ആളാണ് ആര്? മുജാഹിദ് ബാലുശ്ശേരി ദുരന്തം. ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെയും ഇയാളുടെ ഒരു ആശയം, സലഫി വഹാബി ആശയം പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ദുരന്തത്തെ ഉപയോഗിക്കുകയാണ്. ഇത് മനുഷ്യപ്പറ്റുള്ള ഒരു മനുഷ്യനാണ്, നിങ്ങൾ ചിന്തിക്കുക. ഇനി മറ്റൊരു ദുരന്തം. ഈ ദുരന്തം നിങ്ങൾക്കറിയാവുന്ന ഒരാളുടെ പിതാശ്രീയാണ്. അബ്ദുള്ള ബാസിൽ CPയുടെ പിതാശ്രീയായിട്ടുള്ള സലീം CP. അതാണ് മറ്റൊരു ദുരന്തം. CP ദുരന്തം എന്ന് നമുക്ക് വിളിക്കാം. നേരത്തെ ബാലുശ്ശേരി ദുരന്തം എന്ന് വിളിച്ച പോലെ ഇതൊരു CP ദുരന്തമാണ്. ഈ പറഞ്ഞ വീഡിയോ, ആ വീഡിയോയുടെ കമൻറ്റിൽ തന്നെയുണ്ട് ദുരന്തം. ആ വീഡിയോൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ദുരന്തങ്ങൾ നമ്മളോട് പറയുന്നത് എന്ന് പറഞ്ഞ ആ വീഡിയോൻ്റെ കമൻറ്റിൽ തന്നെ ഒരാളിട്ടതാണെന്ത്, ദുരന്തം 1 സലീം CP, ദുരന്തം 2 അബ്ദുള്ള ബാസിൽ, പിന്നെ ഡാഷ് ഇടുക ചെയ്തത്. ആ കമൻറ്റിൽ തന്നെ ഉണ്ട് ആ ദുരന്തം. ഈ ദുരന്തം വയനാട് മേപ്പാടിയിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒരു ദുരന്തം ഉണ്ടായി. ആ ദുരന്തം ഉണ്ടായപ്പോൾ ഈ CP സലീം എന്ന ദുരന്തം എങ്ങനെയാണ് ഈ മതത്തിനെ മാർക്കറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇനി സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയവർ അവരുടേത് കഴിഞ്ഞു. അവർ ഈ ദുരന്തമൊന്നും അനുഭവിക്കുന്നില്ല. അവർ അവരുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അവരെ പറ്റി പറയുമ്പോൾ അവർ സത്യവിശ്വാസികളാണോ, അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയെ വിശ്വസിക്കുകയും പ്രവാചകനെ വിശ്വസിക്കുകയും മലക്കുകളിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കും, അങ്ങനെ ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞോ ആ കാര്യങ്ങളിലെല്ലാം അവർ വിശ്വസിച്ചിട്ടുണ്ടോ എങ്കിൽ നമ്മൾ ദുരന്തമാണ് കേട്ടതെങ്കിൽ, നമ്മൾ ടെറസ് വീട്ടിൽ അവരുടെ ശരീരത്തിലേക്ക് വീണതാണ് കേട്ടതെങ്കിൽ, ഒരു വീടിന്മേലേക്ക് മറ്റൊരു വീട് വീണതാണ് നമ്മൾ കേട്ടതെങ്കിൽ അതല്ല അവർ അനുഭവിച്ചത്. അവർ സത്യവിശ്വാസികളാണോ എങ്കിൽ ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ സന്തോഷ വാർത്തയുമായി അവരുടെ അടുത്ത് വന്ന സന്ദർഭമായിരുന്നു അവർ മരിക്കുന്ന ആ രംഗം. പിന്നീട് അവിടെ ബർസഹിയായ ജീവിതം എന്ന് പറയുന്നത് അവർക്ക് അല്ലാഹു നിശ്ചയിച്ച സ്വർഗത്തിൻ്റെ വാസനകൾ, ആ സ്വർഗത്തിലേക്കുള്ള അനുഭവങ്ങൾ നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബർസഹി ജീവിതമാണ് സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. അപ്പോൾ മരണപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞു. നമുക്കാണ് പരീക്ഷണം. കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കുമാണ് പരീക്ഷണം. എങ്കിൽ സഹോദരങ്ങളെ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവരൊക്കെ മരണപ്പെട്ടു പോകും. ഞാനും നിങ്ങളും മരണപ്പെട്ടു പോകുന്നത് പോലെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. ഈ മരിക്കാത്ത ജനങ്ങളോട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്താണ്? ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല, വസ്ത്രം കൊടുക്കലല്ല, വീടുണ്ടാക്കി കൊടുക്കലല്ല. അതെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെ. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം പ്രവാചകന്മാർ ചെയ്ത കാരുണ്യ പ്രവർത്തനമാണ്. മരിച്ചു കഴിഞ്ഞാൽ നിത്യമായ തീയിലേക്ക് രാവിലെയും വൈകുന്നേരവും നരകത്തിന്റെ രംഗങ്ങൾ ഖബറിൽ വെച്ച് കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് മരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ക്രൂര സ്വഭാവമുള്ള മലക്കുകളുടെ പിടുത്തത്തോടുകൂടി ശക്തമായ വേദനയോടുകൂടി വേദനയുടെ ലോകത്തേക്ക് പോകുന്ന ആ മരണം വരാതിരിക്കാൻ
നിങ്ങൾ അല്ലാഹുവിനെ അറിയണം എന്ന കാരുണ്യ പ്രവർത്തനം. ആ പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധനയുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. ഈ കാരുണ്യത്തിന്റെ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ? അവർ സ്വീകരിച്ചിട്ടുണ്ടോ? അവർ ഇപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിലുണ്ടോ, അവർ രക്ഷപ്പെട്ടു എന്നതാണ്. നമ്മളെ മെയിന് ഈ സാധനമാണ്. ലാഹിലാഹ ഇല്ലല്ലാഹ് അണ്ണാക്കിലിടിച്ച് കയറ്റി കൊടുക്കണം. മരുന്ന് ബാക്കിയുള്ള സാധനങ്ങളൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. മെയിൻ സാധനം ഇതാണ്. എല്ലാ പ്രവാചകന്മാർ 1,24,000 സംതിങ് പ്രവാചകന്മാർ വന്നിട്ടുള്ള ഇതിനാണ്. ആ പരിപാടിയാണ് നമ്മളെ മെയിൻ പരിപാടി. കാരണം എന്താണ്? അല്ലാഹു അല്ലാത്ത ദൈവത്തെ പ്രാർത്ഥിക്കരുത്. ഇതൊക്കെ പഠിപ്പിക്കലാണ് മെയിൻ. തൗഹീദ ഇടിച്ചു കയറ്റണം നമുക്ക്. എന്തുണ്ടാകുമ്പോൾ ഇവർ പറയുന്ന അള്ളാഹു ഒരു മല ഇടിച്ചിട്ട് ആൾക്കാരെ തലയിലേക്ക് ഇട്ട് എന്ന് ഇവർ തന്നെ വിശ്വസിക്കുന്ന ആ അള്ളാഹുവിനെ തന്നെ പ്രാർത്ഥിക്കണമെന്ന് ആ പറഞ്ഞ ആൾക്കാരെ അവർ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം. എങ്ങനെയുണ്ട് ഈ ദുരന്തം? ഇതാണ് CP ദുരന്തം. നല്ല ദുരന്തമല്ലേ? എന്ത് ദുരന്തം ഉണ്ടായാലും ഇതേപോലെ ഓരോ ടീം ഇറങ്ങും. അതാണ് നേരത്തെ സിറാജുൽ ഇസ്ലാം ദുരന്തമായി മാറിയത്. ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ആൾക്കാർ ഇതേപോലെ കമൻറ്റുകൾ ഇട്ടിട്ട് ഇങ്ങനെ കാണുമ്പോൾ ചില പണ്ഡിതന്മാരൊക്കെ ഇപ്പോൾ അങ്ങനെ പോവല്ലേ, അങ്ങനെ സന്തോഷിക്കല്ലേ, പരീക്ഷണമാണെന്ന് നമ്മൾ പറഞ്ഞാൽ മതി, നമ്മളതിൽ സന്തോഷം ഓവറാക്കി കുളമാക്കല്ലേ അപ്പുക്കുട്ട എന്ന് വരെ പ്രതികരണമായിട്ട് മുന്നോട്ട് വരേണ്ടി വന്നു. അതിൽ കാന്തപുര ഉസ്താദ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സമൂഹത്തിൽ എവിടെ കൊണ്ടിട്ടാണ് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇതുപോലുള്ള കമൻ്റ് ഇടുന്ന ആളുകളും ഇതുപോലെ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്തമായിട്ട് മാറി ആ പറഞ്ഞ ദുരന്തങ്ങളെ ഈ പറഞ്ഞ മതത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളുകളെയും മനുഷ്യത്വമുള്ള മനുഷ്യർ സ്നേഹിക്കുകയാണോ വെറുക്കുകയാണോ ചെയ്യുക? ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.